3 ചക്ര വണ്ടി ഇത്, മറ്റത്തൂരിൻ വണ്ടി ഇത്. അപ്പൊ പച്ചക്കള്ളം മാത്രം പറയണം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് ആളുകള് യോഗ്യത ഉണ്ടായിട്ടും PSC എഴുതിയും വെറുതെ വീട്ടിലിരിക്കണവര്. ഇതില് നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് നിരന്തര കേസുകൾ കൊടുത്തോണ്ടിരിക്കണം. നമുക്കെതിരെ സ്ഥാപനം ഒരു മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇവർക്കിതറിയില്ല. ഇവര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ചേട്ടാ, ഇതിൽ ഏറ്റവും എളുപ്പം പ്രശ്നമില്ലാത്തത് മാത്രം മാർക്ക് ചെയ്യണതായിരിക്കും. ഇതിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഞാനിങ്ങനെ ഒരു മോട്ടീവായിട്ട് ഇറങ്ങിയ ഒരാളല്ല. ഞാനൊരു വീഡിയോ ഇട്ടു, അപ്പോൾ അവരൊരു മറുപടി ഇട്ടപ്പോൾ എനിക്ക് തിരിച്ചതിന് മറുപടി പറയാൻ രക്ഷയില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. പല സർക്കാർ ജീവനക്കാർക്കും മിണ്ടാൻ പറ്റണില്ല. നമ്മൾ പറയത്തില്ലേ, ഒരാൾ വിചാരിച്ചാലൊന്നും നാടൊന്നും നന്നാവത്തില്ല എന്ന്. പക്ഷേ ഒരാൾ വിചാരിച്ചാലും നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ. സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലായിരിക്കുന്ന അതുൽ കൃഷ്ണ VK. ഹായ് അതുൽ. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തൊട്ടൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാ ഇത്രയും ചങ്കൂറ്റം കിട്ടിയത്? ചങ്കൂറ്റൊന്നുമില്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പറയാനുള്ള കാര്യം പറയും. അതിൽ വലിയ ഇതൊന്നും വിചാരിക്കില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നോക്കാറൊന്നുമില്ല. നമുക്ക് പറയാനുള്ളത് പറയും. അതിൽ വേറെ അതൊന്നും വിചാരിച്ച് എന്ത് വരും എന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അവരിനടുത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചിട്ട് പറയും. അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ഇൻസ്പയർ ചെയ്ത് എന്താ? അതിനകത്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അതെന്താ? ഇൻസ്പയർ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സംരംഭകനായത്, എൻ്റെ നാട്ടിലൊരു സംരംഭകനായത് 2020-ലാണ്. 2020-ലാണ് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സോളിഡ് ബ്ലോക്കിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി. അതിന് പഞ്ചായത്തുകാരൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഒരു വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാഫ് നമ്മൾക്ക് എല്ലാ പേപ്പർ വർക്കും ഇപ്പോൾ KSIFT ഉണ്ട്, 3.5 വർഷം വരെ നമുക്ക് ഈ KSIFT വെച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു മൈക്രോ യൂണിറ്റാണ് നമ്മളിവിടെ തുടങ്ങിയത്. അങ്ങനെ അവർ തന്നെ ഈ സ്ഥലത്ത് തന്നെയാണ് നമ്മളിത് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഈ സാധനം സ്റ്റാർട്ട് ചെയ്തു. 12 ദിവസമായി ഇപ്പോൾ ഇവർ സ്റ്റോപ്പ് മെമ്പർ തന്നു. അപ്പോൾ ഇപ്പോഴും സർക്കാരിൻ്റെ ഒരു വലിയൊരു പിഴവാണ് ഈ KSIFT. നല്ലൊരു ആശയമാണ്, നമുക്കൊരു സംരംഭകന് പെട്ടെന്ന് പരിപാടി തുടങ്ങാം. പക്ഷേ അതിന് പ്രോപ്പർ ഗൈഡൻസ് ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നില്ല. ശരിക്കും ഇപ്പോൾ അവർ പറയണത് പൊല്യൂഷൻ KSIFT ഉണ്ടെങ്കിലും പൊല്യൂഷൻ വേണമെന്നാണ് പറയുന്നത്. അന്ന് ആ പൊല്യൂഷൻ കിട്ടിയിട്ട് വേണ്ടേ KSIFT കൊടുക്കാൻ? വേണ്ടേ? ഇവർക്കിതറിയില്ല. ഇവര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇന്ന് KSIFT ലൈസൻസ് ഇപ്പം തൊട്ട് നിങ്ങൾക്ക് തുടങ്ങാമെന്നുള്ള ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊല്യൂഷൻ വേണമെന്ന് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ എടുത്തിട്ടല്ലേ ഒരു KSIFT കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ഈ പരിപാടി തുടങ്ങി. എനിക്ക് ഒരു സ്റ്റോപ്പ് മെമ്പർ തന്നു. സ്റ്റോപ്പ് മെമ്പർ തരാൻ പാടില്ല എന്നറിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെ ഇതിൽ ചിറ്റിക്കുകയാണ് ചെയ്തത്. ഞാൻ അതിന് എതിരെ ഇതുവരെയായിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കേട്ടില്ല. ഇല്ല. കാരണം എൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് 4 പേരാണ് എൻ്റെ സ്റ്റാഫായിട്ടുള്ളൂ. ഞാനടക്കം രാവിലെ 6 മണി തൊട്ട് ഓട്ടാണ് വൈകുന്നേരം വരെ. അപ്പം നമ്മൾ ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടന്ന് പിന്നെ നമ്മളൊരു കോടതി ഇതൊക്കെ കയറി നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം പോകും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാഫുകളുടെ എണ്ണം കാര്യങ്ങളൊക്കെ കൂടി ഇപ്പം എനിക്ക് ഞാനൊന്ന് മാറി നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്ഥിതി ആയിട്ടാണ് ഞാൻ ഇതിലിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഇന്ന് വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സമയം പോവും. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലും എൻ്റെ സ്ഥാപനത്തിന് കോട്ടൊന്നും തെറ്റില്ല എന്നുള്ള സീറ്റിംഗ് ആയപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു മാസം ഞാൻ ജയിലിൽ കിടന്നാലും എൻ്റെ സ്ഥാപനം ഓടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇനി ആവാം. നമ്മളെ പല രീതിയിലുള്ള റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ കാണാറുണ്ട്, സമരങ്ങൾ കാണാറുണ്ട്. ചിലർ പൈസ കൊടുത്ത് KSEBിനെ എണ്ണിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമ്മുടെ ഈ റിയാക്ഷൻ പോകേണ്ടത് എന്ന് തീരുമാനിച്ചത് എപ്പോഴാ? കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു റോഡിൻ്റെ ഒരു വിഷയം ആദ്യം ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അതിൽ വന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പ്രസിഡൻ്റൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, അവരിതിൽ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ധാരണ നമുക്ക് കിട്ടി. അപ്പോൾ കുറേ ആൾക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് മെൻഷൻ ചെയ്ത് വേറെ കമൻറ്റുകളുണ്ട്, അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ആളിതിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആൾ ആക്റ്റീവാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയിക്കാം. അറിയിക്കാം. ഇപ്പൊ നമ്മളൊരു അപേക്ഷ എഴുതാൻ പോയി, അവിടെ വരി നിൽക്കണം, കാര്യങ്ങളാക്കണം. ഇതൊരു സാധനം ഇടുമ്പോഴേക്കും റിസൾട്ട് വരുന്നില്ല. അപ്പോൾ റിസൾട്ട് വളരെ പെട്ടെന്ന് വരുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെയും കാണുന്നുണ്ട്. അതിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം. എസ്പെഷ്യലി അംഗനവാടിയുടെ കാര്യമൊക്കെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഒരുപാട് നല്ല ആൾക്കാർ സ്ഥലം തരുന്നു, പൈസ സംഭാവന തരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു? അതോ നേരത്തെ തന്നെ ഓക്കെ ഇത് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം? ഞാൻ ഇങ്ങനെ ഒരു മോട്ടീവായിട്ട് ഇറങ്ങിയ ഒരാളല്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ അവരൊരു മറുപടി ഇട്ടപ്പോൾ എനിക്ക് തിരിച്ചതിന് മറുപടി പറയാൻ രക്ഷയില്ല, അങ്ങനെ ഇട്ടു. അങ്ങനെ ഞാൻ ഓരോ വീഡിയോയ്ക്കും മറുപടി തന്നുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട വന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് ഞാനിതൊരു പ്രൊഫഷനാക്കി എടുക്കണമെന്നോ ഇത് അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ തിരക്കുള്ള ഒരാളാണ്. ഞാൻ ഇതിനായിട്ട് സമയം ഇപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഞാൻ ഇതിനായിട്ട് ഇപ്പോൾ മാറ്റി വയ്ക്കും. കാരണം ഈ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ഇങ്ങനെ സംഭവമുണ്ട്, ഇതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയ്ക്ക് വില കുറയ്ക്കണം എന്ന് പറഞ്ഞ് വീഡിയോ ഇറങ്ങുന്ന വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെന്യുവിനായ കാര്യങ്ങൾ പക്ക ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ, അതിന്റെ ജെന്യുവിനിറ്റി എങ്ങനെയാ ചെക്ക്? നമുക്കിപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാലോ ഇതെന്തെങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്തുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ അന്വേഷിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ സ്കൂളിൽ അച്ഛന്മായിട്ട് നമ്മൾ സംസാരിച്ചു. ഒരു നിലയ്ക്കും വേറെ ഫണ്ടൊന്നും വരുന്നില്ല, ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് പരമാവധി ഞങ്ങൾ ഒരു പരിപാടി ചെയ്ത് നോക്കാം, ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡിയാവില്ല. അംഗനവാടിയുടെ വിഷയം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ടീച്ചറെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പരിപാടി? അപ്പോൾ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷനാണ് നമ്മുടെ പരിപാടി, ചിലപ്പോൾ പണിയും ചിലപ്പോൾ പൊളിക്കും. ഇപ്പോൾ കൂടുതൽ പൊളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താ പേര്? അപ്പോൾ ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മതി, അപ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞു. ആ ടീച്ചർ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവായിട്ടുണ്ടായില്ല. പക്ഷെ വൈകുന്നേരമായപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി, ഇതാ സംഭവം ആളാണെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ നമ്മൾ തന്നെ എവിടേക്ക് പോകണമെന്നില്ല. ഇപ്പം നമ്മളെ ഏകദേശം നമ്മുടെ ഒരു വണ്ടി എവിടെയെങ്കിലും പോയാൽ തന്നെ ആ ഭാഗത്ത് ക്ലീനിങ് നടക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതില് നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് നിരന്തര കേസുകൾ കൊടുത്തോണ്ടിരിക്കണം നമുക്കെതിരെ. എൻ്റെ സോഷ്യൽ മീഡിയ ടീം ഞാൻ പറയണ എല്ലാ ഇതും സ്ക്രീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം. നമ്മൾ പറയണ ഒരു കുത്ത് കോമയിൽ വരെ ഇവര് കേസെടുക്കാൻ നിൽക്കണം. കേസുകൾ എനിക്ക് ഓരോ സ്റ്റേഷനിലും മാറി മാറി ആണ് എനിക്ക് കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൊടകര സ്റ്റേഷനിൽ കൊടുക്കും, പിന്നെ അവിടെ നിന്ന് വെള്ളികുളങ്ങര സ്റ്റേഷനിലേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ 2 സ്ഥലത്തേക്കും വിളിപ്പിക്കും. പിന്നെ അവിടെ നിന്ന് അവർ കൊടകരയ്ക്ക് തട്ടും. അപ്പോൾ നമ്മൾ കൊടകരയിൽ പോകണം. ഇന്നിപ്പോൾ ഞാൻ കൊടകര പോയി. അപ്പോൾ എനിക്കൊരു ലെറ്റർ തന്നു, പിന്നെ 31-ാം തീയതി ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്? ഇന്ന ആളാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇന്നെടുത്തോടെ സ്റ്റേറ്റ്മെൻറ്റ്? ഇന്നെടുക്കാൻ പറ്റില്ല, 31-ാം തീയതിയാണ് പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ ചിറ്റിക്കാനാണ്. അപ്പോൾ നമ്മളെ എന്തോരം ചിറ്റിക്കാൻ പറ്റും അതാണ്. പോലീസുകാർ വരെ നമുക്ക് എന്നാൽ ജെന്യുവിനായിട്ടുള്ള പോലീസുകാരുണ്ട്, അവർക്ക് വളരെ നമ്മളെ സപ്പോർട്ടീവാണ്. പക്ഷേ ഇവർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളൊരു ഒറ്റയ്ക്ക് പോരാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഭാഗം 100% ജെന്യുവിനാണ്. ഞാനിത് ഏത് കോടതി വരെ ഞാൻ കയറാൻ ഞാൻ തയ്യാറാണ്. ഒരു അഡ്വക്കേറ്റിൻ്റെയും ആവശ്യമില്ലാണ് ഞാൻ ഒറ്റയ്ക്ക് വാദിക്കുന്നുള്ള വാശിയിലാണ് ഞാനുള്ളത്. ഞാൻ അതിനുള്ള പരിപാടികൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, കാരണം എന്താ വെച്ചാൽ ഇവര് പറയണത് നിന്റെ കാര്യം പോക്കണം എന്ന് പറയണത്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും എക്സ്ട്രീം ഘട്ടം എന്താ, എൻ്റെ സ്ഥാപനം പൂട്ടി കെട്ടി, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം ഒരു മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു അല്ലേ, അത് വിട്ടിങ്ങി ഇവരെന്താ ചെയ്യുക? ഏറ്റവും എക്സ്ട്രീം അതാണല്ലോ. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ എന്നെ കൊല്ലും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്നെ കൊല്ലുന്നു, പേടിയില്ല ഇല്ല. അല്ല നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ വഴിക്ക് വീണ് തലടിച്ച് വീണ് ചത്തു ഇല്ലേ? അല്ല അങ്ങനെ അല്ലേ? അപ്പം നമ്മൾ ഏത് രീതിയിൽ പോലെ പാമ്പ് പിടിച്ചാവാം. അത് പേടിച്ചിട്ട് നമുക്ക് എത്ര നാളെ എവിടെ നിന്നും വരെ നമ്മൾ പേടിച്ചോടും പറ്റും. എനിക്ക് പറയണത് നാളെ ഇവർ എന്നെ കൊല്ലുകയാണെങ്കിൽ ഒന്നോട്ടെ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇത്രയും ധൈര്യമൊക്കെ ഉള്ള ഒരാൾ, ഇതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് പ്രൊഫഷണലി ഡെഫിനറ്റ്ലി ഇതുപോലെ കേസൊക്കെ വരുമ്പോൾ ഒരുപാട് നൂലമാലകളുണ്ട്. അതിലത് പേഴ്സണൽ ലൈഫിലെ അത് ബാധിക്കുന്നുണ്ടാവില്ലേ? ആദ്യത്തെ ഒരു 1-2 നമ്മുടെ വീട്ടുകളിൽ നിന്നൊക്കെ
ഇത് അവസാനിപ്പിക്കുന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ നമ്മളിത് അവസാനിപ്പിക്കാം, ഈ ഒരൊറ്റ വീഡിയോയോടുകൂടി അവസാനിപ്പിക്കാം എന്നൊക്കെ നമ്മൾ പറയും, അവരെ അടുത്ത് നമ്മൾ സമാധാനിപ്പിക്കും. അപ്പോൾ അന്നത്തെ വീഡിയോ ഗംഭീര ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ അന്ന് അവരുടെ ആവാം എന്ന് തോന്നും. പിന്നെ നമ്മളിപ്പോൾ വഴിക്ക് എവിടെ വെച്ച് കണ്ടാലും ആളുകൾ നന്നായിട്ടുണ്ട്, ഇത് നിർത്തരുതെന്ന് പറയും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പറയണ കാര്യങ്ങൾ ജെന്യുവിനാണെന്ന് നമ്മൾ ആദ്യം വീട്ടുകാരെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കണം. അപ്പം അന്നത് ഓക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം, വീട്ടിൽ നിന്ന് അപ്രൂവൽ കിട്ടണം, കാര്യം ജെന്യുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതല്ലാതെ വീണ്ടും ഇതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വിവരാകാൻ ഞാൻ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിലുണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. മെയിൻലി അഡ്വക്കേറ്റ്സ്, വിവരാവകാശ പ്രവർത്തകർ, പിന്നെ സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ പല മേഖലയിൽ സർക്കാർ ജീവനക്കാർ, പല സർക്കാർ ജീവനക്കാർക്കും മിണ്ടാൻ പറ്റണില്ല. അപ്പം അവർക്കറിയാം ഇന്ന വിഷയം മിക്ക പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന രീതിയിൽ നീ അത് നോക്കിയാൽ ഇന്ന ഡാറ്റ കിട്ടും, അത് നോക്കിയാൽ ഇന്ന പരിപാടി നടക്കും. അപ്പം എനിക്ക് നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്ക് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ എടുത്തു. ഇപ്പം ഞാൻ എൻ്റെ പഞ്ചായത്തിൻ്റെ ഏകദേശം ചരിത്രം ഒരു 10 കൊല്ലം തൊട്ടുള്ള ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ടീമിന് വെച്ചു, ഈ ഒരു ഹൈലൈറ്റർ മാർക്കർ കൊടുത്തു, ഇതിൽ വിഷയമുള്ളതൊക്കെ മാർക്ക് ചെയ്യണം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് എനിക്ക് ഈ മാർക്കർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിൽ ഏറ്റവും എളുപ്പം പ്രശ്നമില്ലാത്തത് മാത്രം മാർക്ക് ചെയ്യണതായിരിക്കും, ഇതിൽ മൊത്തം പ്രശ്നങ്ങളാണ്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ശരിക്കും ഇതൊരു ചെറിയ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു പഞ്ചായത്തിലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിന്റെ പിന്നാലെ നിൽക്കാൻ നേരില്ല. ഞാൻ ഇതിന്റെ പിന്നാലെ നിൽക്കണേ എനിക്ക് എന്ത് മെച്ചണുള്ളേ, അങ്ങനെയല്ല ഓരോരുത്തർ ചിന്തിക്കൂ. എല്ലാ സ്ഥലത്തും ഈ വക പരിപാടി ഉണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. ആരൊക്കെ ഇതിന്റെ പിന്നാലെ ആരെങ്കിലും ശമ്പളം തരുമോ? അപ്പം ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്ത് ഇത് മുന്നേ അങ്ങനെ ചെയ്തില്ല, ഇപ്പം എന്താ ഇങ്ങനെ ചെയ്യണം? എന്നെ ഒരു ശമ്പളത്തിന് നിർത്തിയൊക്കെ എന്ത് ചെയ്യാൻ? നമ്മുടെ ഇഷ്ടത്തിന് എനിക്കൊരു ഇത് തോന്നി ഞാൻ ചെയ്തു, നാളെ ഞാൻ ചിലപ്പോൾ ചെയ്യില്ല. എനിക്ക് തോന്നണം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ, ഇവിടെ ഏഷ്യാനെറ്റും മനോരമയ്ക്കുള്ള അതേ ഫ്രീഡം തന്നെ എനിക്കുള്ളൂ. ആ രീതിയിൽ ഞാൻ ചെയ്യുന്നു. ചിലത് റെഡി ആവുന്നു, ചിലത് റെഡി ആവുന്നില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത്. അത് ഭയങ്കര അഭിമാനം, നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ പൊതുവെ എനിക്ക് തോന്നുന്നു പണിമുടക്കുകളോട് താല്പര്യമില്ലാത്ത ഒരാളാണ് അല്ലേ? ഒരു വീഡിയോയിൽ അത് പറയുകയും ചെയ്തു. അതിന്റെ കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? എന്ത് കാരണം തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു ദേശീയ പണിമുടക്ക് കൊണ്ടുവരികയാണ്. ആ ദേശീയ പണിമുടക്ക് കൊടുക്കുമ്പോൾ ഞാൻ പല ആൾക്കാരുടെ ചർച്ചയിൽ പറയാം, രാജ്യം സ്തംഭിക്കും, അങ്ങനെ അവർക്ക് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എവിടെ സ്തംഭിക്കണ്? നമ്മുടെ കോമൺ മാന് ഒരു ദിവസം പണിക്ക് പോയി 1000 രൂപ കിട്ടും, അന്ന് പോയില്ലെങ്കിൽ അവൻ്റെ 1000 രൂപ കിട്ടില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ പണിമുടക്കിലും പണിയെടുക്കുക എന്നുള്ള ഞാൻ ഒരു ഇതിനും എൻ്റെ സ്ഥാപനങ്ങൾ ഞാൻ പൂട്ടാറില്ല. കാരണം ഇവരുടെ പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എനിക്കതുകൊണ്ട് ഒരു മെച്ചമില്ല, എൻ്റെ സ്റ്റാഫിനൊരു മെച്ചമില്ല. ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി കമൻസിൽ കാണാൻ പറ്റുന്നത് ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന ഒരാളാണ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ അല്ലെങ്കിൽ MLA ആയിട്ടോ ഒക്കെ ഇലക്ഷന് നിൽക്കണം, വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റോള് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡ്? ഇപ്പോൾ എല്ലാവരും തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഈ വീഡിയോ ഇതൊക്കെ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് ഇടുന്നത്. പിന്നെ നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇലക്ഷന് മത്സരിക്കണം എന്നുള്ള പല രീതിയിലും പറഞ്ഞു. മറുവശത്ത് പറയണത് ഞാനൊരു വാർഡിലെ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടണ പരിപാടിയാണെന്നാണ് പറയണത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു വാർഡിൽ എനിക്ക് മത്സരിക്കണമെങ്കിൽ, എൻ്റെ വാർഡിൽ എനിക്ക് മത്സരിക്കണമെങ്കിൽ ഒരു പോസ്റ്റർ പോലും എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പോലും ഞാനിവിടെ ജയിക്കും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ ഇന്നലെ ഈ നാട്ടിലുള്ളവനല്ല. ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ തൊട്ട് ഏത് ഏജ് കാറ്റഗറിയിൽ എടുത്താലും ഞാൻ അവർക്ക്
സുപരിചിതനാണ്. എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴി എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഈ വക റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ വാർഡ് അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ വാർഡിലെ ആളല്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ വാർഡിലെ എൻ്റെ മെമ്പർക്കെതിരെ എനിക്ക് പ്രതികരിച്ചാൽ പോരെ? എൻ്റെ വാർഡിലല്ലേ എനിക്ക് ജയിക്കണ്ടു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ പോയി എനിക്ക് മത്സരിക്കേണ്ട അല്ല ഇതാക്കേണ്ട ആവശ്യമുണ്ടാ? അതെ, എനിക്ക് അങ്ങനെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ ലക്ഷ്യമിട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ കുറച്ച് പേർക്കുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയോ എന്തെങ്കിലും രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്താനോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണെന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ സംഘടനാ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. അതായത് ഞാൻ പഠിച്ചത് ആമ്പല്ലൂർ ത്യാഗരാജ പോളിയാണ്. അത് നമ്മളവിടെ ചെന്നു, നമ്മുടെ കുറച്ച് ഒരു 5-6 കൂട്ടുകാരന്മാർ ABPകാരായിരുന്നു. ആ കോളേജ് ഒരു SFI ഒരു SFIയുടെ ഒരു ക്യാമ്പസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 5-6 പേരുണ്ട്, SFI ഒരു 600-700 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഇവന്മാരായിട്ടുള്ള ഒരു കമ്പനി പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ABPകാരായി. ഞങ്ങളൊരു 5 ആള്, അവരൊരു 500 ആള്, ആ ഒരു പ്രൊപ്പോഷനിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എലക്ഷൻ വന്നു. ഞാനവിടെ വൈസ് ചെയർമാനായിട്ട് മത്സരിച്ചു. അങ്ങനെ മത്സരിച്ച സമയത്ത് ഒരിക്കലും അവിടെ ഒരു SFI അല്ലാണ്ട് ഒരാൾ ജയിക്കില്ല. അങ്ങനെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ നല്ല കമ്പനിയായിരുന്നു. എലക്ഷൻ വന്നു. എലക്ഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള 5 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇലക്ഷൻ ജയിക്കും. അപ്പം ഇവർക്ക് ഒരാൾക്ക് വിശ്വസില്ല, എങ്ങനെ ജയിക്കണ്? ഇത്രയും വലിയ ഇതിൽ നമ്മൾ ആകെ 5-6 ആളല്ലേ ഉള്ളൂ, അവർ ഇത്രയും വരുത്ത ആളുകളല്ലേ. ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു ആ കോളേജിൽ വൈസ് ചെയർമാനായിട്ട്. അത് ആ സംഭവങ്ങളൊക്കെ ആ കോളേജ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അവസാനിച്ചതാണ്. പക്ഷേ അതിന് ശേഷം നമ്മളൊരു തരത്തിലും ഞാനതുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ പരിപാടിയായിരുന്നു. ഞാൻ അജിത്ത് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ് ഫേമിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 4 വർഷത്തോളം. 2017 മുതൽ 20 വരെ ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തത്. ആ സമയത്ത് ഇവരുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു BJPയുടെ സ്റ്റേറ്റ് ഓഫീസ് മാരാർജി ഭവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈറ്റ് എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ കണ്ടു പരിചയം ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവിടെ വരാറുണ്ട്, കാണാറുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ അമിത്ഷാ വരെയായിട്ട് നമ്മൾ കണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കണ്ടു. അത് കഴിഞ്ഞു ഞാൻ ഇവിടെ PWD വർക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗവൺമെൻറ് വർക്കുകൾ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിലെ റിനോവേഷൻ അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിനും ഇവിടുത്തെ MLA അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ഞാൻ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലയൻസ്, ഇപ്പോൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ ആ വീടിൻ്റെ ഓണേഴ്സായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. അത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ഞാൻ ഏത് രീതിയിൽ എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ ഞാൻ മാർക്കറ്റ് ചെയ്യണമെന്ന് എൻ്റെ താല്പര്യമല്ലേ. അത് രാഷ്ട്രീയത്തിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും പല ഫോട്ടോകളും ഞാൻ തന്നെ കാണാറുണ്ട്. ഞാനത് ഒരു തരത്തിൽ ഞാൻ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഞാൻ ഒരു തരത്തിലും ഞാൻ എൻ്റെ ഞാൻ മെയിനായിട്ട് വ്യക്തികളെ നോക്കി ഞാൻ വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്താ പറയുക, ഇതൊരു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ആളൊരു നല്ല വ്യക്തിയാണ്. കമ്പാരിറ്റീവ്ലി 3 ആളുടെ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ആളാണ് ഞാൻ വോട്ട് ചെയ്തു. അപ്പം എനിക്ക് ആളുകളെ നോക്കി ഞാൻ വോട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പം എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഹിറ്റായ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ ഓട്ടോന്റെ അല്ലേ? അപ്പം അതിലൊരു പാട്ടൊക്കെ പാടിയത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളാണ്. അങ്ങനെ ഒരു തരത്തിൽ ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളല്ല. എൻ്റെ സോഷ്യൽ മീഡിയ ടീമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് സെറ്റ് സാധനങ്ങൾ വേണം. അപ്പോൾ ഒരു കേൾക്കുമ്പോൾ ഒരു രസമുള്ള സാധനം. നമുക്കിത് കൺസ്ട്രക്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാണ്ട് ഞങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്, പൈ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പല ആളുകൾക്കും നമ്മൾ പരസ്യം കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്ത് കൊടുക്കണവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഡിറ്റർമാരും പിള്ളേരുകളൊക്കെ ഉണ്ട് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി ഒരു 7 പേരൊക്കെ ഇതിനു വേണ്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈവൻ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇതുകളാണ് ഒക്കെ കോളേജ് പിള്ളേരുകളാണ്. അവരൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണവരാണ്. അവർ ക്ലാസ് കഴിഞ്ഞാൽ
വൈകുന്നേരം വരെ ഉണ്ടാവും. പോസ്റ്റർ ഇതൊക്കെ ചെയ്യണവർ അങ്ങനത്തെ പിള്ളേരുകളാണ്. അപ്പോൾ അവരും പല വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. ഏത് വിദ്യാർത്ഥി സംഘങ്ങളിൽ SFIക്കാരുണ്ട്, KSUകാരുണ്ട്, ABPകാരുണ്ട്. നമ്മളതല്ല നോക്കുന്നത്. നമ്മൾ ഇവരെ ക്വാളിറ്റി, ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കോളേജുകളിലൊക്കെ ഉള്ള ഐഡിയാസ് നമ്മൊരു 10 കൊല്ലോ 12 കൊല്ലോ നമുക്ക് ബാക്കിലേക്ക് പോയി ആ ഐഡിയ നമുക്ക് വേണം. അപ്പോൾ അവരുടെ യൂത്ത് ഐഡിയകളിൽ നമുക്ക് അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്ക് വീഡിയോ നല്ല ശ്രദ്ധിക്കപ്പെടുന്നതും അതെ. അപ്പോൾ ഈവൻ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും പിള്ളേർ പറയുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമിലേക്ക് പോകും. ഹുക്ക് ഇട്ടിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ അന്ന് മുണ്ട് മടക്കി കുത്താം എന്നുള്ളൊരു ഹുക്കായിട്ട് അതിനെ ആക്കണു. അതൊക്കെ നമ്മൾ കുറെ സ്റ്റഡി നടത്തിയിട്ടാണ് ഈ വക പരിപാടിയിരിക്കുന്നത്. നമ്മളിത് കുറെ നാളുകളായിട്ട് നമ്മൾ ഇതിനുള്ളതാണ്. അപ്പോൾ ഓരോ സാധനത്തിൻ്റെയും നമ്മളങ്ങനെ മൈന്യൂട്ടായിട്ട് നോക്കാറുണ്ട്. ഹുക്കിന്റെ ഭാഗമായിട്ടാണോ പാട്ട്? അത് തീർച്ചയായിട്ടും ഹുക്കിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു തരത്തിലും അതല്ല. എൻ്റെ ഐറ്റം സ്പോർട്സ് ആണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം നമ്മൾ ഞാൻ അല്ല കോളേജിലൊക്കെ കളിക്കാറുണ്ട്. ഇപ്പോൾ സമയം കിട്ടാറില്ല. എന്നാലും നാട്ടില് ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിക്കുക, ടൂർണമെന്റിന് പിള്ളേരുകളെ കൊണ്ടുപോവുക. ഒരു ഏകദേശം ഒരു രക്ഷാധികാരി ബൈജു ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ. സമയം വീട്ടില് കുടുംബമുണ്ട്, ഈ ഓഫീസുണ്ട്, മൂന്ന് തരത്തിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ മറ്റു കാര്യങ്ങളുടെ പുറകെ പോകണം, ടൂർണമെന്റ്. നമ്മളെന്താ വെച്ചാലേ വെറുതെ ഇരിക്കാറില്ല. നമുക്കിപ്പോൾ ഏകദേശം വല്ല വിഷു, ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ, ഫോണൊന്നും വരുന്നില്ല അന്ന്. പക്ഷെ നമ്മൾ ഒരു ഞായറാഴ്ച പോലും നമ്മൾ ഇരിക്കാറില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പൂരം അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഓരോ തവണ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സംഘാടനം, പിന്നെ ഇവിടെ ക്ലബ്ബുകൾ, ഓണം, എല്ലാ പരിപാടികളിലും നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇങ്ങനത്തെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നാറില്ല. അപ്പോൾ പിള്ളേരുകളൊക്കെ ആയിട്ട് എൻ്റെ ചെറുപ്പത്തിലൊന്നും നമുക്ക് അങ്ങനെ ആരും ടൂർണമെൻറ്റിന് കൊണ്ടുപോകാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബോള് തന്നെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ഒരു ജേഴ്സി അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബോള് അങ്ങനെ കളിക്കാൻ കൊണ്ടുപോകുക, ടൂർണമെൻറ്റുകൾക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഭ്രാന്തായിട്ട് ഇവരുടെ കൂടെ പോകും. പാതിരാത്രി വരെ ചിലപ്പോൾ കളിക്കും. ഇപ്പം ഇവിടുത്തെ രക്ഷിതാക്കൾ കുട്ടികളിലേക്ക് സപ്പോർട്ടാണ്. നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഏത് രാത്രിയാണെങ്കിലും പിള്ളേരെ വിടും. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ക്ലബ്ബൊക്കെ ഒരു കുറച്ച് ട്രോഫികളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ടൂർണമെൻറ്റുകളൊക്കെ നടത്താറുണ്ട്. പിള്ളേരൊരു സപ്പോർട്ട് നമ്മുടെ കമ്പനിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. നമ്മൾ ടൂർണമെൻറ്റ് കളിപ്പിക്കും, കളിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഇവരുടെ കോളേജിലെ പ്രശ്നങ്ങൾ എല്ലാവരും ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഇടപെടും. വെറുതെ അല്ല പറഞ്ഞത്, സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യമില്ല എന്ന് ഇലക്ഷന് വന്നാൽ ജയിക്കണമെങ്കിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹുക്ക്, എല്ലാ വീഡിയോസിനും ഹുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെ ആയിട്ടാണോ ഇതുപോലെ ഒരു സാധാരണക്കാരൻ ലുക്കിൽ വന്ന് സാധാരണ ശൈലിയിൽ? ഓൾറെഡി തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ സ്ലാങ് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സ്ലാങ് ആണ്. കേട്ടിരിക്കാൻ തന്നെ ഒരു താളമൊക്കെ ഉണ്ട്, രസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് പോളിഷ്ഡ് ആവാം, കുറച്ച് കട്ടിയുള്ള വാക്കുകൾക്ക് ഉപയോഗിച്ചു, കാരണം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു മാറ്റം വേണ്ട, സാധാരണ ശൈലി തന്നെ മതി ഇത് തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അല്ല, ഞാൻ ഓൾറെഡി ഇപ്പം എൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ഞാൻ ഈ വേഷത്തിൽ തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ നടക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയണ അതേ സംസാര രീതി തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കാറുണ്ട്. ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞു അവരിപ്പോൾ ഇത്ര റേറ്റൊക്കെ പറയും. അപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞു ചേട്ടാ തന്നെ വീഡിയോ ഇട്, ചേട്ടാ തന്നെ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നമുക്ക് ശരിയാവില്ല. നമ്മളിപ്പം ജെന്യൂനായിട്ട് ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ക്യാമറയായിട്ട് മുന്നിൽ റെഡി ആവില്ലടയ്ക്ക് പറയും. പിന്നെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ക്ലാസ് എടുക്കാൻ പല കോളേജുകളിൽ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുന്നേ എൻ്റെ വീഡിയോ ഞാനിപ്പോഴും പല വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ പേജിൽ, കമ്പനിൻ്റെ പേജിലൊക്കെ എടുക്കുന്നുണ്ട്. ഞാനൊക്കെ ആകെ പതറി ഇങ്ങനെ എങ്ങനെയത് ഫേസ് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടേക്ക് നോക്കണ്ടേന്ന് പോലും എനിക്കറിയാനുണ്ട്. പിന്നെ ഓരോ വീഡിയോകൾ പിന്നെ സ്ഥിരമായി ചെയ്തു. പിന്നെ നമുക്ക് ആ ചമ്മൽ ഇതൊക്കെ പോയി. പിന്നെ നമ്മൾ പല ആളുകളുടെയും മുന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവരൊക്കെ ഇത്രയ്ക്ക് ഉണ്ടായുള്ളൂ. പിന്നെ ചെയ്താണ് ഈ ലെവലിലേക്ക് ആവുന്നത്. അപ്പം ഞാൻ അന്ന് വിളിച്ച ആളുകളൊക്കെ അവർക്ക് എൻ്റെ പകുതി ഫോളോവേഴ്സ് ഉള്ളൂ. അവരെൻ്റെ കാശ് വാങ്ങിച്ച് പോയിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഇതിൽ ഞാൻ ഒരു തരത്തിലും പ്രൊമോഷൻ വീഡിയോ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട. കൊളാബ്സ് ഒന്നും ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തോരം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ആ വീഡിയോ ചെയ്യുക. ഞാൻ ആ പരിപാടിക്ക് നമ്മളില്ല. നല്ല എന്തെങ്കിലും ഉദ്യമമാണെങ്കിലോ ഞാൻ അത് അപ്പം വേറെ ആളുകൾ വരും. അപ്പം നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല. ഒരു മോട്ടീവിലല്ല ഇത് തുടങ്ങിയേക്കുന്നത്. നമ്മളെ ഫോളോ ചെയ്തേക്കുന്നവർ അങ്ങനത്തെ ഒരു മോട്ടീവ് കാണാനായിട്ട് എന്നെ ഫോളോ ചെയ്തവരല്ല. അതാണ് അതിലെ പോയിന്റ്. പ്രശ്നങ്ങളെ പറ്റി അറിയാനും ഞാനിവിടെ ഫോക്കസ് ചെയ്യണ കാര്യം, എനിക്കൊരു ഫെയിം ആവേണ്ട ആവശ്യമില്ല. ആളുകൾ എന്നെ ആ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10 വീഡിയോ ഇട്, നിങ്ങളൊരു 10 വീഡിയോ, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളൊരു 10 വീഡിയോ ഇട്. എന്നിട്ട് റിസൾട്ട് ഒന്നും ആയില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടാം. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് പ്രതികരിക്കട്ടെ. എന്താന്ന് അവർക്ക് പ്രതികരിച്ച കുഴപ്പം? എല്ലാവർക്കും പേടി മാറാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, സംരംഭകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന്. സോളാറിന്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് കെട്ടിട നമ്പർ കിട്ടിയാലേ സോളാർ തരുള്ളൂ. അത് ഈ കെട്ടിടത്തെ പറ്റിയാണെന്ന് തോന്നുന്നു, ഈ ഒരു സ്ഥാപനത്തെ പറ്റി തന്നെയാണ് പറഞ്ഞത്. കെട്ടിട നമ്പർ ഉണ്ടെങ്കിൽ സോളാർ കണക്ഷൻ തരുള്ളൂ. സോളാർ വേണമെങ്കിൽ കെട്ടിട നമ്പർ വേണം. നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംരംഭകർ അറിയാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചാനലിലൂടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ളൊരു ബോധവൽക്കരണം തരാനുള്ള ഒരു സാധ്യതയില്ലേ? നമ്മങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങള് മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടെ ചെറുപ്പക്കാർക്ക് 90% ആൾക്കാർക്കും പെട്ടെന്ന് ജോലികൾ കിട്ടണില്ല. അവർക്ക് ഒരു റെസ്യൂമ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു നാട്ടുപ്രദേശമാണ് ഇവിടെ നമ്മളൊരു സർവേ എടുക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ അതല്ലെങ്കിൽ എന്താ പറയുക ഇൻഡീഡ് ഇതിലൊന്നും അപ്ലൈ ചെയ്യാൻ പോലും നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയണില്ല. ഇപ്പോൾ ഞാൻ പറയണത് ഒരു ടൗണിൽ, ഇപ്പോൾ ഒരു എറണാകുളം തൃശ്ശൂർ ടൗണിലൊക്കെ ആളുകൾക്ക് ഇതറിയാം, പക്ഷെ നാട്ടും പുറങ്ങളിൽ ഇത് അറിയണില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഗൈഡൻസ് കൊടുക്കണം. അതാണ് നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു നല്ല ആശയമുണ്ട്. അതായത് സ്വന്തം നാട്ടിൽ തന്നെ സംരംഭം സ്റ്റാർട്ട് ചെയ്തു, വേറെ പല സ്ഥലങ്ങളിൽ വേണേൽ പോയി ഇത് ചെയ്യാം അല്ലേ? ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടിയേനെ. പക്ഷേ ഈ നാട്ടിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ IELTS ഒക്കെ എഴുതി പുറത്തേക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരുന്ന ആളാണ്. എനിക്ക് ഓഫർ ലെറ്റർ എല്ലാം വന്നു. പിന്നെ ആ സമയത്ത് പിന്നെ കൊറോണ വന്നു, പിന്നെ അത് സ്റ്റക്കായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീട്ടുകാരൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ ഇതായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും നമുക്ക് വരാൻ പറ്റില്ല. പിന്നെ നമുക്ക് നാടിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതാണ് മെയിനായിട്ട്. നമ്മളിവിടെ ഒരു ഇത് തുടങ്ങി നമ്മുടെ നാട്ടിൽ ഒരു 10 ആൾക്ക് പണി കൊടുത്താൽ അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ കുട്ടികൾ വന്നു, ഇവിടെ ഒരു 10 വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. ആ വീട്ടുകാർക്ക് അതിൻ്റെ ഗുണം. ഒരു ബസ്സിലെ പിള്ളേർ വന്നാൽ ബസ്സുകാർക്ക് ഗുണം, ഒരു ഓട്ടോ വിളിച്ചത് ഗുണം, ഒരു ചായ കുടിക്കാൻ പോയ ചായക്കടക്കാർക്ക് ഗുണം. അപ്പം നാട്ടിൻപുറങ്ങളിലെ സംരംഭങ്ങൾ തുടങ്ങിയാലാണ് നാട് ഡെവലപ്പ് ആവുള്ളൂ. പല ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണം, അപ്പോഴാണ് നമ്മുടെ നാട് ഡെവലപ്പ് ആവുള്ളൂ. പുറത്തെ UK-യിലും കാനഡയിലൊക്കെ പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് എന്താ വെച്ചാൽ, ഞാനിത് പറയാൻ കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നല്ല ഭക്ഷണം ഇങ്ങനെ അന്വേഷിക്കും. പരമാവധി ഉള്ളിലൊക്കെ ആയിരിക്കും പല ഇതുകൾ. അവിടെ നമ്മൾ അന്വേഷിച്ച് ഒരു 50 കിലോമീറ്ററൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ നല്ല ആളുകൾ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാൻ ഇതിന് മനസ്സിലാക്കിയൊരു കാര്യം, നല്ല സാധനം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ എവിടെ കൊടുക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല, ആളുകളെത്തും, അത് ഉറപ്പാണ്. ഞാൻ ഈ പരിപാടി ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ എൻ്റെ നാട്ടിൽ ചെയ്യുമ്പോൾ പല ആളുകൾ ചോദിച്ചു, ഇവിടെ വല്ലവരും വരുമോ? വരും, എനിക്കുറപ്പാണ് വരുന്നത്. കാരണം എനിക്ക് അനുഭവമുണ്ട്, നല്ല സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് ആളുകൾ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ എത്തുന്നു എനിക്ക് ഉറപ്പാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നല്ല കോമൻസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പം അതിൽ കുറച്ച് കോമൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കോമൻസിനോട് അതിലെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അളിയൻ എറണാകുളത്ത് കോർപ്പറേഷനിൽ ഒന്ന് വരണം, അഴിമതിയുടെ ചാകര കാണാം, ആദ്യമായി സ്ക്രാപ്പായ 1.5 കോടിയോളം രൂപയുടെ ചവർ അടിച്ചു വരുന്ന വണ്ടിയിൽ തുടങ്ങാം. അതുപോലെ കോമൻസ് ഫോളോ ചെയ്ത് സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ഒരെണ്ണം ചെയ്യൂ, റെഡി ആയില്ലെങ്കിൽ രണ്ടാമത് ചെയ്യൂ. ഇനി എഡിറ്റിംഗ് വശമില്ലാത്തവർക്ക് ഞങ്ങൾ ഓൺലൈനിൽ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാം, ഫ്രീ ആയിട്ട് എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാം.
റീൽസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഈ വീഡിയോ ആരെങ്കിലും കണ്ടു ഞങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മീഡിയ സപ്പോർട്ട് ഇല്ല. ഞാൻ റെഡിയാക്കി തരാം, നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരും, നമ്മൾ റീൽസ് ഉണ്ടാക്കി തരാം. പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രതികരിക്കാൻ പറ്റാതെ ഈ ഒരു സാഹചര്യം പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുലിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ചേട്ടൻ ഇതൊരു കേരള ചാനലാക്കിയിട്ട് കേരളത്തിന്റെ എല്ലായിടത്തും ഓരോ റിപ്പോർട്ടർമാരെ വെച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അടിപൊളിയായിരിക്കും. എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ ചേട്ടനെ പോലെ ആളുകൾ. അതൊരു വിഷാണ്. അതുപോലെ ചാനൽ എന്നുള്ളൊരു ഐഡിയ ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല, അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഇതിലെ ജെന്യുവിൻ ആയിട്ടുള്ള കമൻസുകൾ ഇവർ പറയണത്, ഇതൊക്കെ നമ്മളൊരു ബുക്ക് വെച്ച് അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. അതായത് നമ്മൾക്ക് ഇത് എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് നമ്മൾ എടുക്കും, പരിശോധിക്കും, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നോക്കും. വെറുതെ അല്ല, എല്ലാ കമന്റും നമ്മൾ കാണുന്നുണ്ട്. മെസ്സേജ് ഒരെണ്ണത്തിന് പോലും നമ്മൾ റിപ്ലൈ ചെയ്യാതിരിക്കുന്നില്ല. ഓക്കെ, അടുത്തൊരു വാർണിംഗ് അല്ല, ഒരു സജഷൻ ആയിട്ട് അഡ്വൈസ് ആണ്. വിവരാവകാശം കൊടുക്കുന്ന കാര്യം പറയരുതായിരുന്നു ബ്രോ. ഇനി അവർ കള്ളക്കണക്കുണ്ടാക്കും. അത് നടക്കില്ല. വിവരാവകാശം നമുക്ക് വെച്ച് കഴിഞ്ഞാലും നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളവിടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ലേ ഞാൻ ഇന്നതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ലേ? ഇവർക്ക് മാറ്റാനൊന്നും പറ്റില്ല. അതൊക്കെ രേഖകളാണ്. ഒറ്റ നമസ്കാരം കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഐറ്റം, അതായത് ഇൻട്രോ ആണ് ഉദ്ദേശിച്ചത്. എന്നാലും ആ ഇൻട്രോ എന്ന് പറയാമോ? നമ്മുടെ നമസ്കാരം എന്ന് പറയുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ കൊള്ളാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംസാര ശൈലിയാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ. ഇനിയും വീഡിയോസ് ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.